ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചവ്വരി കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് തയ്യാറാക്കി ഫ്രിഡ്ജിലൊക്കെ ഇതേപോലെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് പായസം പോലെ അതേപോലെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒഴിച്ചൊക്കെ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 പിടി ചവ്വരി 2 പ്രാവശ്യം കഴുകിയിട്ട് 2 മണിക്കൂർ കുതിർത്തൊന്ന് വെച്ചാണ്. നികക്കെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ മാത്രം മതി. പിന്നെ ഒരു മീഡിയം സൈസിലെ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തതാണ്. 2-3 പ്രാവശ്യം മിക്സിയിലൊന്ന് കറക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ആയി കിട്ടും. അന്നേരം ചവ്വരി നികക്കെ വെള്ളം ഒഴിച്ചിട്ട് 2 മണിക്കൂർ ഇതേപോലെ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് വെന്ത് കിട്ടും. ഇനി നമ്മൾ വേറെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 2-2.5 ടീസ്പൂണോളം അല്ലെങ്കിൽ 3 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സിയിൽ ചെറുതാക്കിയെടുത്ത ക്യാരറ്റില്ലേ അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ വേണമെങ്കിൽ അരച്ചും വേണമെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ചെറുതായിട്ട് നമുക്ക് കടിക്കാനൊക്കെ കിട്ടുന്ന രീതിയിൽ ഒന്ന് ആക്കിയെടുത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ നമ്മൾ തോരനൊക്കെ എരിയുന്ന ഗ്രേറ്റർ അല്ലേ അതിനകത്ത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് 1 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അന്നേരം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഫുൾ ഫാറ്റ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നൊരു തിള വരുന്ന സമയത്ത് വേണം നമുക്ക് ഈ ചവ്വരി ചേർത്ത് കൊടുക്കാനായിട്ട്. അന്നേരം ഏകദേശം നമ്മുടെ തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരിയുടെ ലാസ്റ്റുള്ള വെള്ളമൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. നമ്മൾ നികക്കെ മാത്രമല്ല വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടിയിലൊന്നും പിടിക്കാതെ ഒന്ന് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരു 2-3 തിളയൊക്കെ വന്നതിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ചവ്വരി നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുക. അന്നേരം നല്ലതായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് കാണാനായിട്ട് പറ്റും ചവ്വരി നന്നായിട്ട് പൊങ്ങി ഒന്ന് വീർത്തൊക്കെ വന്ന് ഇരിക്കുന്നത്. അന്നേരം നന്നായിട്ട് തിളച്ച് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെയും കുറച്ച് സമയം പഞ്ചസാരയും ചവ്വരിയും ക്യാരറ്റും പാലും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യേണ്ട കാര്യമില്ല. ഇത്രത്തോളം ഉള്ളൂ നമ്മുടെ പരിപാടി. പെട്ടെന്ന് തന്നെ നമുക്ക് കഴിഞ്ഞ് കിട്ടും കേട്ടോ. വളരെ ഈസി അല്ലേ. ക്യാരറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ട അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ചെറുതാക്കി എടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ദാണ്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ച് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പിസ്ത അല്ലെങ്കിൽ ബദാമോ അല്ലെങ്കിൽ കാഷ്നട്ടോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. കല്ലിൽ വെച്ചോ അല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് കറക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക.